എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എല്ലാവർക്കും അറിയാം, ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ബക്കറ്റ് ചിക്കനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആവശ്യമുള്ള വാഴയില നമ്മൾ ഇതിൽ നിന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിന എടുക്കാൻ നോക്കാം. പുതിന ഇതിൽ നമുക്ക് വലിക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, മരുന്നൊന്നും ഇല്ലാത്തതാണ്. നമ്മൾ ആവശ്യമുള്ള പുതിന നമ്മൾ വലിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മളിന്ന് ബക്കറ്റ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫുൾ ചിക്കൻ നന്നായി കഴുകി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യുക വെച്ചാൽ, പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കാണില്ലേ, ഇത് നമ്മൾ ഗരം മസാല പൊടിച്ച് അമ്മയിലിട്ട് അരച്ചതാണ്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിലായിട്ട് മസാല ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പുതിന, മല്ലിയില, കറിവേപ്പില, ഇത് മൂന്നും, പുതിന, മല്ലിയില, കറിവേപ്പില, ഇത് മൂന്നും നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപയോഗിക്കണം. ഇനിയിപ്പോൾ നമ്മൾ നന്നായി കഴുകിയ ചിക്കനെ ഇതിലാദ്യം നമുക്ക് വാരട്ട് കൊടുക്കാം. മസാല ഒക്കെ ഉള്ളിലേക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് വാരട്ട് കൊടുക്കാം. നന്നായിട്ട് ലൈനിട്ട് കൊടുക്കുക. അതില്ലേ പൊടിയിരിക്കട്ടെ അല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഒന്ന് മിക്സ് ചെയ്ത് തേക്കണം. പൊടിയിരിക്കട്ടെ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നല്ല മസാലയും പാടെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിത് കോഴിയിലേക്ക് തേക്കാം. ഇത് മസാല നന്നായിട്ട് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. ആ വരൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കട്ടായിട്ട് നിൽക്കണം. കഴുത്തമൊക്കെ തേക്കണം. നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ഇത് സക്സസ് ആയാൽ മാത്രമേ ഈ വീഡിയോ പുറത്ത് വരുള്ളൂ. രസം.
കറിവേപ്പിലയും മല്ലിയിലും പുതിനയും പാടെ മൂന്നും പാടത്തിനുള്ളിൽ നിറച്ച് ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല തേക്കൽ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫുൾ ചിക്കൻ. നമ്മൾ മസാല തേച്ച് എല്ലായിടത്തും എത്തുന്ന പോലെ മസാല തേച്ചു. ഇനി നമുക്ക് ബാക്കി പരിപാടി ഉണ്ട്, അതിലേക്ക് പോവാം. അപ്പോൾ നമുക്കവിടെ വറകും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങോട്ട് പോവാം. ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ലത് എണ്ണ വരുന്നതിൻ്റെ ഒരു ഇതാണ്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കമ്പ് വേണം. കമ്പ് വന്നിട്ട് നമ്മളൊരു മുളൻ്റെ ഒരു പീസ് എടുത്ത് വെച്ച് റെഡിയാക്കി വെച്ച് ചെത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ട വിറകും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ വെച്ചിട്ട് അടിക്കുകയാണ്. ഇതിനടിയിൽ നമ്മൾ വാഴൻ്റെ ഇല വെച്ചിട്ട് ഈ കഴുത്തതിനകത്ത് എന്താ വളയാത്ത ആക്കിയിട്ട് വെച്ചാൽ മതി. ശരി, അങ്ങോട്ടെങ്കിൽ അങ്ങോട്ട് അങ്ങനെ ആക്കി വെച്ചാൽ നന്നായിട്ടൊന്ന് കെട്ടി വെക്കാം. അങ്ങനെ കെട്ടിയിട്ടില്ലെങ്കിൽ ഇത് ഓണാണ്. അങ്ങനെ കെട്ടിയിട്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി ഈ സാധനം കൊണ്ട് ഇതിൽ ടച്ച് ചെയ്യാതെ മൂടുക. അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെക്കുക. നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് കത്തിയിട്ടൊരു 20 മിനിറ്റോളം കത്തിക്കണം. അപ്പോൾ അതിനുള്ള കത്തിക്കൽ വെച്ചിട്ടുണ്ട്.
നമുക്ക് 20 മിനിറ്റ് കൊണ്ട് ഞാൻ നോക്കാം. അപ്പോൾ നമ്മുടെ കത്തിക്ക് കഴിഞ്ഞു. കുറച്ച് ചിരട്ടി പറ്റി കഷ്ണം വെച്ചിട്ടാണ് നമ്മൾ കത്തിച്ചത്. അതിൻ്റെ ഒരു കനലുണ്ട്. ഒരു 18-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കനലൊന്ന് ചൂടായതിനു ശേഷം നമുക്കിത് പുറത്തെടുത്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ തീ കത്തിക്കുന്നതിലാണ്. അതിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ ടിക്ടോക്കിലും മറ്റുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ, അത് കരിഞ്ഞതൊന്നൊക്കെ ആയിട്ട് കാണുന്നത്. അപ്പോൾ തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ മാറും. അപ്പോൾ അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വാഴയിലൊക്കെ കരിഞ്ഞുകൊണ്ടേ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വലിയ കരിഞ്ഞിട്ടൊന്നുമില്ല അല്ലേ? അപ്പോൾ ഞങ്ങൾ ചെയ്തു. വളരെ നന്നായിട്ട് നല്ല ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത പരിപാടി പറഞ്ഞത് കഴിച്ച് നോക്കുക. സിമ്പിളായിട്ട് പോരുന്നുണ്ട്. നല്ലതായിട്ട് വന്നു പോകും. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ബെൽ ഐക്കണും കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.